ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. തങ്ങളുടെ ക്ലബിന്റെ മധ്യനിരയിലെ നെടും തൂണായിരുന്ന ടോണി ക്രൂസ് വിരമിച്ചത് റയലിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം തിരിച്ചടി ഏൽപ്പിച്ച ഒരു കാര്യമായിരുന്നു. ക്രൂസിന്റെ അഭാവം നികത്താൻ ഇതുവരെ റയലിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ മധ്യനിരയിലേക്ക് ഒരു മികച്ച താരത്തെ സാബി അലോൺസോക്ക് ഇപ്പോൾ ആവശ്യമുണ്ട്. റയൽ മാഡ്രിഡ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പ്രൊഫൈൽ അത് റോഡ്രിയുടെ പ്രൊഫൈലാണ് എന്ന റൂമർ നേരത്തെ പുറത്തേക്ക് വന്നതാണ്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് അപ്ഡേറ്റുകൾ ഡയാരിയോ എസ് നൽകിയിട്ടുണ്ട്. അത് വിശദമായി കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് ഉടൻ തന്നെ റോഡ്രിക്ക് വേണ്ടി ഒരു ഓഫർ നൽകാൻ റയൽ മാഡ്രിഡ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. ഒന്നുകിൽ അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് അവസാനിക്കുന്നത് വരെ കാത്തിരിക്കും, അതല്ല എങ്കിൽ ട്രാൻസ്ഫർ ജാലകത്തിന്റെ അവസാനത്തിൽ ഓഫർ നൽകും. അങ്ങനെ നൽകുമ്പോൾ താരങ്ങളും അതുപോലെ തന്നെ ക്ലബും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കാൻ നിർബന്ധിതരാവും. അത് പലപ്പോഴും ക്ലബിന് ഗുണം ചെയ്യും എന്നാണ് റയൽ മാഡ്രിഡ് വിശ്വസിക്കുന്നത്. നേരത്തെ ഒരുപാട് തവണ റയലിന് ഇത് ഗുണം ചെയ്തിട്ടുണ്ട്. അതായത് ട്രാൻസ്ഫർ ജാലകത്തിന്റെ അവസാനത്തിൽ ഓഫർ നൽകുന്നു, അങ്ങനെ പെട്ടെന്നുള്ള തീരുമാനങ്ങൾ വരുന്നു, അങ്ങനെ റയലിന് ചെറിയ വിലക്കോ അതല്ലെങ്കിൽ താരങ്ങളെ അവിചാരിതമായി ലഭിക്കുന്നു. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിന്റെ അവസാനത്തിൽ താരത്തിന് വേണ്ടി ഓഫർ നൽകിയാലും മാഞ്ചസ്റ്റർ സിറ്റി ചെറിയ തുകക്ക് അദ്ദേഹത്തെ കൈവിടില്ല എന്നുള്ളത് വ്യക്തമാണ്. 100 മില്യൺ യൂറോ എങ്കിലും റോഡ്രിക്ക് വേണ്ടി ചുരുങ്ങിയത് ചിലവഴിക്കേണ്ടി വരും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. അതിനേക്കാൾ ചെറിയ ഒരു തുകക്ക് മാഞ്ചസ്റ്റർ സിറ്റി അദ്ദേഹത്തെ കൈമാറാൻ സാധ്യതയില്ല. ഒന്നുകിൽ ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിന്റെ ഏറ്റവും അവസാനത്തിൽ താരത്തിന് വേണ്ടി ശ്രമിക്കും, അല്ല എങ്കിൽ അടുത്ത സമ്മറിൽ ശ്രമിക്കും. അടുത്ത സമ്മറിൽ ശ്രമിക്കുന്നതാണ് ഏറ്റവും സുരക്ഷിതമായ വഴിയായി കൊണ്ട് റയൽ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. അതായത് താരത്തിന്റെ മൂല്യം അപ്പോഴേക്കും ഒരു കുറവ് വരാൻ സാധ്യതയുണ്ട്. 60 മില്യൺ യൂറോക്കും 80 മില്യൺ യൂറോക്കും ഇടയിലായിരിക്കും എന്നാണ് റയൽ മാഡ്രിഡ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല അദ്ദേഹം ഈയിടെ വലിയ ഒരു പരിക്കിൽ നിന്ന് മുക്തനായിക്കൊണ്ട് വരുന്ന താരമാണ്. അതുകൊണ്ട് തന്നെ ഈ സീസണിലെ അദ്ദേഹത്തിന്റെ പ്രകടനത്തെ ആശ്രയിച്ചുകൊണ്ട് തീരുമാനമെടുക്കുന്നതാണ് ഉചിതമെന്നും ഇപ്പോൾ റയൽ മാഡ്രിഡ് വിശ്വസിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ കാര്യങ്ങൾ വളരെ ക്ലിയർ ആണ്. ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിന്റെ അവസാനത്തിൽ ഒരു പക്ഷേ റയൽ മാഡ്രിഡ് അദ്ദേഹത്തിന് വേണ്ടി ഒരു അപ്രതീക്ഷിത നീക്കം നടത്തിയേക്കാം. അതല്ല എങ്കിൽ താരം അദ്ദേഹത്തിന്റെ മികവ് വീണ്ടെടുക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അടുത്ത സമ്മറിൽ റോഡ്രിക്ക് വേണ്ടി റയൽ മാഡ്രിഡ് ശ്രമിച്ചേക്കും. അതാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇത്രയും വിവരങ്ങളാണ് ഡയാരിയോ എസ് നൽകിയിട്ടുള്ളത്. റോഡ്രിയെ കൊണ്ടുവരാൻ തന്നെയാണ് ഇപ്പോൾ റയൽ ആഗ്രഹിക്കുന്നത്. സാബി അലോൺസോക്ക് ഇഷ്ടപ്പെട്ട പ്രൊഫൈൽ അത് റോഡ്രിയുടെ ഒരു പ്രൊഫൈൽ തന്നെയാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.